ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തള്ള് അപ്പാഷെ ഹെലികോപ്റ്റർ 68 ഇന്ത്യ കാല് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഓർഡർ നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആക്ച്വലി 68 അപ്പാഷെ ഹെലികോപ്റ്റേഴ്സിന് ഓർഡർ കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഇന്ത്യ ആകെ കൂടി 4-5 ഓർഡർ കൊടുത്തത് അത് ഓൾറെഡി തന്നെ നമുക്ക് ഡെലിവറി ആയതുമാണ്. ഇതൊക്കെ ട്രംപ് മൈക്ക് കിട്ടുമ്പോൾ എന്ത് വേണമെങ്കിലും ഇങ്ങനെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുന്നതാണ്. വെറുതെ അങ്ങ് തട്ടി വിടുന്നതാണ്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഓർഷനിക് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫുട്ടേജസ് ഒന്നും പുറത്തു വന്നിട്ടില്ല, പക്ഷേ മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വാർത്തയാണ് വരുന്നത്. അതിനെ തുടർന്ന് ശരിക്കും ഉക്രൈൻ ആണെങ്കിൽ റഷ്യയെ ചുറ്റിപ്പറ്റി കുറേ ആക്രമണങ്ങൾ, അതായത് തുർക്കിയുടെ ബോർഡർ വരെ ചെന്ന് റഷ്യയുടെ ഷിപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൽഗ്രോ റീജിയനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഉക്രൈൻ റഷ്യയുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ബെൽഗ്രോ റീജിയനിൽ പവർ സപ്ലൈ ഇല്ല ഇപ്പം നിലവിൽ, അതാണ് സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ റഷ്യ ഉക്രൈൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് തകൃതിയായിട്ട്. അപ്പോൾ റഷ്യ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള മെത്തേഡിൽ ആക്രമണം നടത്താനാണ് ഇനി സാധ്യത. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്ക വളരെ പവർഫുൾ ആണ്, റഷ്യ ഒന്നും ഞങ്ങൾക്ക് ഒന്നും അല്ല എന്നുള്ള മട്ടിൽ റഷ്യയുടെ ടാങ്കർ ഫ്ലീറ്റുകളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിൽ റഷ്യ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ആക്രമണങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓർഷനിക്കൊക്കെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിന്റെ ഫലമായിട്ടാണ്. ഇത്രയും നാളും റഷ്യ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു എന്നല്ല, റഷ്യയുടെ കയ്യിൽ ഇനിയും മിസൈലുകൾ ഒരുപാടുണ്ട്. അതൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ കഥ അപ്പോഴേ തീരും. അതാണ് അവസ്ഥ. സെലൻസ്കി ആണെങ്കിൽ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വിസിറ്റ് നടത്തുകയാണ്. ഇപ്പോൾ ഇന്ന് സൈപ്രസ് സന്ദർശിച്ചു, മോൾഡോവ സന്ദർശിച്ചു, അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ കറങ്ങി വരികയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് യൂറോപ്യൻ യൂണിയൻ ലോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം. ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈനിൽ ലോൺ കൊടുക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ റെസൊല്യൂഷൻ വരും. ആ സമയത്ത് അവിടെ വോട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, അതായത് പൈസ കടം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓരോ രാജ്യങ്ങളായിട്ട് പോയി കാണുന്നത്. രണ്ടാമത് യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈനെ ചേർക്കണം, ഇന്റഗ്രേറ്റ് ഉക്രൈൻ ഇൻ യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അങ്ങനെ ഈ 2 വിഷയങ്ങൾക്കും അനുകൂല നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളുമായിട്ട് പോയി കാണുകയാണ്. അപ്പോൾ അങ്ങനെ മൊത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് സെലൻസ്കി. ഇത് 2 ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇതിൽ ഈ 90 ബില്യൺ യൂറോ അത് വളരെ ഇമ്പോർട്ടൻറ്റ്, അത് ரொம்ப മുഖ്യം. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പോകുന്നത്. യൂറോപ്യൻ യൂണിയനിൽ എടുക്കുന്നതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ 90 ബില്യൺ അത് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ നിന്ന് അടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടവും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ നടന്നതുപോലെ തന്നെ. അതെങ്ങനെ നടക്കാനാണ്? അത് യുദ്ധമാണ് നടക്കുന്നത്. ലിറ്ററലി യൂറോപ്പിനെ ഞാൻ സംരക്ഷിക്കുകയാണ്. ഐ ആം ദ പ്രൊട്ടക്ടർ. ഞാനാണ് യൂറോപ്പിൻ്റെ ഗോഡ് ഫാദർ. അപ്പം യൂറോപ്പിനെ തന്നെ രക്ഷിക്കുന്നത് ഞാനാണ്. ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു തടസ്സത്തിലാണ് റഷ്യയുടെ കയ്യിൽ നിന്നും യൂറോപ്പ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ലോണൊക്കെ തന്നിട്ട് ഈ യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെയാണ് തിരിച്ചടവ്? അതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോലും നോക്കരുത് എന്നുള്ളതാണ് സെലൻസ്കിയുടെ വാദം. ഇതിന് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു, ഇനിയിപ്പോൾ ലോൺ കൊടുത്താലും ഇങ്ങനെ തന്നെയായിരിക്കും. ഇതുകൊണ്ടാണ് വിക്ടർ ഓർബൻ, ചെക്ക് റിപ്പബ്ലിക് പോലത്തെ രാജ്യങ്ങളൊക്കെ ഇതിനെ എതിർക്കുന്നത്. ഏതിനെ? ഈ 90 ബില്യൺ യൂറോ ഒന്നും കൊടുക്കണ്ട എന്ന് പറയുന്നത്. അത് കൊടുത്താൽ തിരികെ കിട്ടില്ല എന്നുള്ളത് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെനിസുലയിലെ ഡെൽസി റോഡ്രിഗസ് ഇവർ കൃത്യമായി അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 800 പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു. ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്നത് വെനിസുലയിലെ നിക്കോളാസ് മദുറോ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ ഓപ്പോസിറ്റ് ലീഡേഴ്സായിട്ട് ഡെവലപ്പായി വരാൻ സാധ്യതയുണ്ട്. അതായത് നിക്കോളാസ് മദുറോവിനെ എതിർത്ത് ഇലക്ഷനിൽ മത്സരിച്ച് വെനിസുലയുടെ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള പല കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇവരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 800 പേരെ തടവിലാക്കിയിരുന്നു നിക്കോളാസ് മദുറോ. ഈ 800 പേരെയും ഇപ്പം ഡെൽസി റോഡ്രിഗസ് നിലവിലെ പ്രസിഡന്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ്? വേറെ ഒന്നുമില്ല, അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കയാണ് പറഞ്ഞത് അവിടെ ഫ്രീ ആയിട്ട് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തടവ് പുള്ളികളായിട്ട് വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് അവരെ ആദ്യം റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇലക്ഷൻ നടക്കുകയുള്ളൂ. അത് എല്ലാവരെയും ഫ്രീ ആക്കൂ, എല്ലാവരെയും സ്വതന്ത്രരാക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലെ പ്രസിഡന്റ് റോഡ്രിഗസ് ഇവരെല്ലാവരെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു നല്ലൊരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഗുഡ് മൂവും കൂടിയാണ്. അമേരിക്ക പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. മറ്റേ സൈഡിലാണെങ്കിൽ ആ ലേഡി കരച്ചിലോട് കരച്ചിൽ. നൊബേൽ സമ്മാനമൊക്കെ കിട്ടി. ഈ നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞാൽ സാമാന്യം തെറ്റില്ലാത്തൊരു തുകയാണ് കിട്ടുന്നത്. 2-3 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള പൈസ കിട്ടും എന്തായാലും. ആൽഫ്രഡ് നോബൽ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ആ ഒരു ഫണ്ട് ശേഖരണമാണ് ശരിക്കും ഈ ഒരു നൊബേൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ശരിച്ചിട്ട് ആ ഒരു എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം ഈ നൊബേൽ സമ്മാനത്തിനെ കുറിച്ച്. അപ്പം അങ്ങനെ ഒരു നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് മരിയ കൊറീന മച്ചാഡോ. അപ്പോൾ ഈ മച്ചാഡോ ഇപ്പോൾ കരച്ചിലോട് കരച്ചിൽ. കാരണം മച്ചാഡോയ്ക്ക് എങ്ങനെയെങ്കിലും വെനിസുലയുടെ പ്രസിഡന്റ് ആവണമായിരുന്നു താല്പര്യം. അതിപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അമേരിക്കയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ മിസ് റോഡ്രിഗസ് തയ്യാറായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പുതുതായിട്ട് ഒരു ലേഡി അവിടെ വേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം മരിയ കൊറീനയുടെ കോൾ എടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്.
പുള്ളിക്കാരന് ഓൾറെഡി തന്നെ ഒരു കലിപ്പുണ്ട്. ട്രംപിന് കിട്ടാനിരുന്ന നൊബേൽ സമ്മാനമാണ് പുള്ളിക്കാരത്തി തട്ടിയെടുത്തുകൊണ്ട് പോയത്. ആ ഒരു കലിപ്പ് മൂപ്പർക്ക് എന്തായാലും ഉണ്ട്. അത് വളരെ ഉറപ്പ്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ റോഡ്രിഗസിനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഈ മരിയ കൊരീനയെ അവിടെ പിടിച്ചിരുത്തിയേനെ. പക്ഷേ ട്രംപിന് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള താല്പര്യമില്ല. മറ്റേ നൊബേൽ സമ്മാനത്തിന്റെ ഒരു വാശി ഉള്ളിൽ കിടക്കാണ്, ഒരു ചെറിയൊരു ഗ്രഡ്ജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വേണ്ട ഇനിയിപ്പം റോഡ്രിഗസ് തന്നെ ഇരിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് അമേരിക്കയ്ക്ക്. അപ്പം വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇതെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. വളരെ നല്ല തീരുമാനമാണ്, ഇറ്റ്സ് എ ഗുഡ് മൂവ് എന്നുള്ള അപ്രിസിയേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് വെനിസ്വേലയുടെ പ്രസിഡന്റ് മാർക്കോ റൂബിയോ. ആർക്കാണ്? നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസിന്. രണ്ടുപേരും പ്രസിഡന്റാണ് കേട്ടോ, അത് നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയാണ് ഇപ്പോൾ വെനിസ്വേല ഭരിക്കുന്നത്. ഇറാന്റെ 3 സിറ്റികൾ തികച്ചും ഈ പ്രതിഷേധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ 5 സിറ്റികളിലാണ് പ്രധാനമായിട്ട് ഇപ്പം പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നത്. ആളിക്കത്തെന്ന് പറഞ്ഞാൽ വെറുതെ ഈ പ്രതിഷേധം റോഡിലൂടെ നടക്കുന്നതല്ല കേട്ടോ, അതായത് ഇങ്ങനെ ജാഥ വിളിച്ചുകൊണ്ട് പോകുന്നതല്ല, ഇല്ലെങ്കിൽ കമനി തൊലയട്ടെ എന്നും രഹസാ പലവി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന അതല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ വണ്ടി, കടകൾ, ഷോപ്പുകൾ, ബസ്സുകൾ, ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ, ഈ പൊതുജനങ്ങളുടെ മുതലുകൾ തന്നെ ഇവരെ തീ വെച്ച് നശിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൊതുമുതൽ നശിപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇറാഖിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രൂപ്പ് കടന്നു കയറിയിട്ടുണ്ട്, ഒരു മിലീഷ്യ ഗ്രൂപ്പ്. അവരാണ് ഇപ്പം വെപ്പൺ സപ്ലൈ ആയുധം കൊടുത്ത് അങ്ങ് IRGCക്കെതിരെ അങ്ങ് വെച്ച് കാച്ചാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള തലങ്ങും വെടിവെപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു മാപ്പിൽ റൗണ്ട് ഇട്ട് കാണിക്കാം, മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതിനകത്ത് ഞാൻ 1 എന്ന് പറഞ്ഞ് റൗണ്ട് ഇട്ടിരിക്കുന്നത് ശരിക്കും തെഹ്റാനാണ്. തെഹ്റാനിൽ ഇനിയിപ്പം ഒരു സ്ഥലമില്ല പ്രതിഷേധിക്കാൻ, ആ രീതിയിലാണ് തെഹ്റാനിൽ പ്രതിഷേധം നടക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ഥലം നിങ്ങൾ നോക്കൂ. രണ്ടാമത് സിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ഫഹാനാണ്. ഇഷ്ഫഹാൻ ശരിക്കും അവിടെ ഈ കാറൊക്കെ നിന്ന് കത്തുന്നത് ഇഷ്ഫഹാനിലാണ്. വാഹനങ്ങളൊക്കെ അവിടെ തീ വെച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ മഷാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ മഷാദ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആയത്തുൽ ഖമനയുടെ സ്വന്തം സ്ഥലം, ആയത്തുൽ ഖമനയുടെ ഓൺ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മഷാദ് എന്ന് പറയുന്നത്. ആ മഷാദ് എന്ന് പറയുന്ന സിറ്റിയും നല്ല രീതിയിലുള്ള പ്രതിഷേധമാണ്. അതുപോലെ ഈ മഷാദ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരമാണ് മഷാദ്. ഈ മഷാദ് എന്ന് പറഞ്ഞ സിറ്റി ഫുള്ളി ഡിസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. ഫുള്ളി ഡിസ്ട്രോയിഡ്, മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ്. അതാണ് അവസ്ഥ. നാലാമത് തബ്രീസ്. ഈ തബ്രീസ് എന്ന് പറയുന്ന സ്ഥലം അങ്ങ് അറ്റത്ത് തുർക്കിയുടെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. അതേപോലെ അസർബൈജാൻ ഇപ്പുറത്ത് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ മിഡിലിൽ കിടക്കുന്ന സ്ഥലമാണ് തബ്രീസ്. തബ്രീസിലും നല്ല പ്രതിഷേധമാണ്, കനത്ത പ്രതിഷേധം. ഇതിനകത്ത് അസർബൈജാന്റെ കോർണറിൽ തബ്രീസിന്റെ തൊട്ട് താഴെ ഞാൻ ഈ ആരോമാർക്ക് കാണിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ ഇറാന്റെ IRGC ഭരണകൂടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അതും കൂടി നമ്മളിവിടെ പറയാതെ പോകാൻ വയ്യ. കാരണം അവർക്ക് IRGC ഭരണകൂടം മതി. അതായത് നിലവിലുള്ള ആയത്തുൽ ഖമനയുടെ ആ ഒരു ലീഡർഷിപ്പ് തന്നെ വേണമെന്നില്ല, മറ്റാരെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ IRGC പോകണമെന്ന് അവർ താല്പര്യപ്പെടുന്നില്ല. ഇത് അസർബൈജാന്റെ നിലപാടാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അസർബൈജാന്റെ നിലപാടാണ്. അപ്പോൾ അവിടെ അസൂർ ആ ഒരു ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ട്. അവരാണ് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അഞ്ചാമത്തെ സ്ഥലം നേരെ താഴോട്ട് വരും. തെഹ്റാനിൽ നിന്നും താഴോട്ട് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷിറാസ് എന്ന് പറയുന്ന സ്ഥലമാണ് അഞ്ചാമത്തെ സ്ഥലം. ഷിറാസിലാണ് ഇന്നലെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായത്. അവിടെ ഇപ്പോഴും നിലവിലും അവിടെ ഇന്നും നല്ല രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഇതേപോലെ പൊട്ടിത്തെറികളൊക്കെ അവിടെ തുടർന്ന് നടക്കുകയാണ്. അവിടെ നല്ല വെടിവെപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രതിഷേധകരും ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരും IRGC ഭരണകൂടം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. അപ്പോൾ ഇതാണ് നിലവിലെ ഇറാന്റെ പിക്ചർ. ഞാൻ അതുകൊണ്ടാണ് മാപ്പ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. കാരണം ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഇത് നടക്കുന്നു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് മൈൻഡിലൊന്ന് റീഡ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ മാപ്പ് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ മാപ്പ് വെച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറാനിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് പ്രതിഷേധങ്ങൾ, അതും ഈ ആക്രമണ ശൈലിയിലുള്ള പ്രതിഷേധങ്ങൾ, പരസ്പരം അങ്ങോട്ടും കൊണ്ട് വെടിവെക്കുന്നതും പൊതുമുതൽ നശിപ്പിക്കുക, അതേപോലെ തന്നെ കത്തിച്ച് കളയുക, ഇമാതിരിപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന സിറ്റികളാണ് ഞാനിപ്പം നോട്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ഇപ്പം ഈ പറഞ്ഞ സിറ്റികളിലെല്ലാം, മേൽപ്പറഞ്ഞ സിറ്റികളിലെല്ലാം ഇന്റർനെറ്റ് കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്റർനെറ്റ് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഇലോൺ മസ്ക് ചാടി വീണിരിക്കുകയാണ്. ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഡോൺ വറി, നിങ്ങൾ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഭരണകൂടം എന്ത് തരുന്നില്ല എന്നൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിൽ ദുഃഖിതരാവണ്ട, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് തരാമെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? സ്റ്റാർലിങ്ക്. മനസ്സിലായി? വെനിസ്വേലയിൽ ഓൾറെഡി തന്നെ അവിടെയും മാർക്കറ്റ് പിടിക്കാനുള്ള തന്ത്രം ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഏത്? ജിയോ നെറ്റ്വർക്ക് മാതൃകയിലുള്ള മാർക്കറ്റിംഗ്. അതേപോലത്തെ ജിയോ നെറ്റ്വർക്ക് മാതൃകയിലുള്ള മാർക്കറ്റിംഗ് ആണ് ഇവിടെ ഇറക്കുന്നത്. ഇലോൺ മസ്കിന്റെ എവിടെയൊക്കെ റെജീം ചേഞ്ച് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇലോൺ മസ്കിന്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ജപ്പാൻ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ജപ്പാൻ ഇപ്പോൾ പുതുതായിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാമിലേക്ക് ഇറങ്ങുകയാണ്. അവർ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് 2 വീക്സിന് മുമ്പാണ് അവർ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ നീറ്റിലിറക്കിയത്. അപ്പോൾ ഇതൊക്കെ ചൈനയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ചൈന പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ ഒരു ഗ്ലോബൽ ത്രെട്ടാണ്. എന്താണ്? ചൈന ത്രെട്ടല്ല പോലും, ഇനി ന്യൂക്ലിയർ ആയുധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ത്രെട്ടല്ല പോലും, ജപ്പാനാണ് ഇനി അടുത്ത ത്രെട്ട്.
ഇങ്ങനൊരു കോമഡിയുമായിട്ടാണ് ഇപ്പം ചൈന വന്നിരിക്കുന്നത്. ജപ്പാൻ ശരിക്കും ചൈനയ്ക്ക് ത്രെട്ടാണ്. കാരണം ജപ്പാൻ എതിർത്തുകൊണ്ടാണല്ലോ ചൈന എപ്പോഴും നടക്കുന്നത്. കാരണം അവർക്കൊരു ഐലൻഡിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ട്. ആ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ തായ്വാനോടുള്ള ചൈനയുടെ നിലപാടിനെതിരെയും ജപ്പാൻ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാനെ ഈ രീതിയിൽ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് ചൈനയുടെ ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈന ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇതൊക്കെ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ കവിഞ്ഞൊന്നും ചൈനയ്ക്ക് ചെയ്യാനില്ല. അത്രേ ഉള്ളൂ. ചൈന ആരുമായിട്ട് അങ്ങനെ പോയി യുദ്ധം ചെയ്ത് വല്ലാത്ത രീതിയിൽ അങ്ങ് വഷളാവത്തില്ല. അവരെപ്പോഴും അവരുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അവർ ചെയ്യും. അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ അവർ 24 മണിക്കൂർ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അത് ചൈനയുടെ ഒരു സ്വഭാവമാണ്. കാരണം അവരുടെ ഒരു പ്രഷർ പോളിസിയാണ്. അവർക്ക് 5 ഫിംഗർ എന്ന് പറഞ്ഞ മാവോയുടെ പോളിസിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യം ടിബറ്റിനെ കയറി പിടിച്ചു. പിന്നെ ടിബറ്റിന്റെ പല ഭാഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അരുണാചൽ പ്രദേശ് അങ്ങനെ ഇന്ത്യയുമായിട്ട് ബോർഡറിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അവരുടേതാണെന്നുള്ള അവകാശവാദമാണ് അവർക്കുള്ളത്. ഒരു നെഗോസിയേഷനിൽ ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൈന പലപ്പോഴും ഇങ്ങനത്തെ ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ നെഗോസിയേഷൻ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒക്കുപ്പേഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ചൈനയുടെ സ്വഭാവം. അപ്പോൾ എന്തായാലും ഇനിയും കുറേ വാർത്തകളുണ്ട്. എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെ ഉൾപ്പെടുത്താം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.